ബി.ജെ.പിയിൽ നടക്കുന്ന കലഹവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ച് ഉൾപാർട്ടി കലഹം രൂക്ഷമാവുകയാണ്. ബി.ജെ.പിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടുകളിലൊക്കെ പലരും വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. പാർട്ടിക്ക് ഈ ഒരു മുതലാളിത്ത സ്വഭാവം വരുന്നു എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു, പ്രത്യേകിച്ച് മുരളീധര പക്ഷവും സുരേന്ദ്ര പക്ഷവും ഒക്കെ. അപ്പോൾ നമുക്ക് അതിന്റെ അപ്ഡേറ്റിലേക്ക് പോയിരുന്ന് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ ആരോപണങ്ങളൊക്കെ ഇന്ന് ചർച്ചയായേക്കും. രാജീവ് ചന്ദ്രശേഖറിന് മുതിർന്ന നേതാക്കളോട് അവഗണന എന്നാണ് ആക്ഷേപം. അതേസമയം യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പുനഃസംഘടന വൈകുന്നതിന് ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ബി.ജെ.പിയുടെ പോഷക സംഘടനകളിലും ഈ അമർഷം പുകയുകയാണ്. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ ഈ ഒരു വിഷയം പരിശോധിക്കാം. പ്രസാദ് ഉടുമ്പശ്ശേരിയും വി.എസ്. അനുവും നമുക്കിപ്പം ചേരുന്നുണ്ട്. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോവുകയാണ് ഞാൻ. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ കലഹം ശക്തമാകുന്നു. അതിനൊപ്പം തന്നെ ഈ യുവമോർച്ച മഹിളാ മോർച്ച ഭാരവാഹികളെ കണ്ടെത്തുന്നതിലും ഒരു മെല്ലപ്പോക്ക് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ടാലന്റ് ഹണ്ടൊക്കെ നടത്തിയതിൽ വലിയ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ്. പല യുവമോർച്ചയുടെ നേതാക്കളും ഒക്കെ ഇപ്പോൾ സംസ്ഥാന നേതൃഭാരവാഹികളൊക്കെ ആയി വന്നു. പക്ഷെ അപ്പോഴും അവർക്ക് ഈ സ്ഥാനവും തുടരേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് പുനഃസംഘടന ഇങ്ങനെ വൈകുന്നത്? യുവമോർച്ചയിലും മഹിളാ മോർച്ചയിലും ഒക്കെ നടക്കുന്ന ഈ ഉള്ളിലുണ്ടാകുന്ന അതൃപ്തി പുകച്ചിലുകളൊക്കെ എത്തരത്തിലാണ് പ്രസാദ്? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. ഇപ്പോൾ യുവമോർച്ച മാത്രമല്ല മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ പോഷക സംഘടനകളിൽ, മോർച്ചാ സംഘടനകളിൽ പുനഃസംഘടന വൈകുന്നതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള മറ്റൊരു അമർഷത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന പ്രഫുൽ കൃഷ്ണ കോഴിക്കോട് നോർത്തിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ബി.ജെ.പി. അതോടൊപ്പം തന്നെ മറ്റ് ജില്ല, ഇപ്പോൾ പ്രശാന്ത് ശിവൻ പാലക്കാട് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. പ്രശാന്ത് ശിവൻ പിന്നീട് ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി മാറി. അങ്ങനെ യുവമോർച്ചയുടെയും കർഷക മോർച്ച, മഹിളാ മോർച്ച തുടങ്ങിയ സംഘടനകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ബി.ജെ.പിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിന് പകരം ആളുകളെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്, തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് വലിയ തോതിൽ വൈകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അമർഷത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസം ഇവരെ മഹിളാ മോർച്ചയുടെയും അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെയും നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടി ടാലന്റ് ഹണ്ട് നടത്തിയിരുന്നു. അതിനോടും വലിയ തോതിലുള്ള എതിർപ്പാണ്. കാരണം യുവമോർച്ച അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അങ്ങനെ ഒരു രീതി ഇല്ല എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത്. ചർച്ചകളിലൂടെ ആണ് ആളുകളെ കണ്ടെത്തുക, അങ്ങനെ ഒരു നീക്കം നടത്തുന്നില്ല. പകരം ഇത്തരത്തിലൊരു അഭിമുഖം നടത്തി ആളുകളെ കണ്ടെത്തുന്നത് ഒരു കോൺഗ്രസ് ശൈലിയാണ് എന്നുള്ളൊരു വിമർശനമാണ് വരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് അത് മാത്രമല്ല, ഇത്തരത്തിലൊരു അഭിമുഖം നടത്തുക, ടാലന്റ് ഹണ്ട് മാത്രമല്ല, അത് ഇതിൻ്റെ ഒരു മാർഗം മാത്രമാണ്. പിന്നെയും ചർച്ചകളിലൂടെ ആളുകളെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. സ്വാഭാവികമായും ഓഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ ഏറെക്കുറെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കടക്കും. പക്ഷേ അതിനു മുമ്പായി ഇത്തരം പോഷക സംഘടനകളിൽ നേതൃസ്ഥാനത്തേക്ക് ആളുകളെ കൊണ്ടുവന്നില്ല എങ്കിൽ താഴെത്തട്ടിൽ, അതായത് യുവാക്കൾക്കിടയിലും മഹിളകൾക്കിടയിലും അങ്ങനെയുള്ള കർഷകർക്കിടയിലും എല്ലാം തന്നെ അതിനെ ചലിപ്പിക്കേണ്ട ഒരു നേതൃത്വം ഉണ്ടാകാതെ പോകും. അതിന് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ ഉണ്ടാകണം. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഇതാണ് ഇപ്പോൾ ഈ അമർഷത്തിന് കാരണമായി മാറിയിട്ടുള്ളത്. ശരി പ്രസാദ്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബി.ജെ.പിക്കുള്ളിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെതിരായ ആക്ഷേപങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. കോർ കമ്മിറ്റി ചേരുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത്. വി.എസ്. അനു ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. അനു, ഗുഡ് മോർണിംഗ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മുതലാളിത്ത രീതിയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ചെറിയ ആൾക്കാരല്ല, മുരളീധര സുരേന്ദ്ര പക്ഷക്കാരൊക്കെയാണ്. അത് പരസ്യമായി തന്നെ പലരും ഉന്നയിക്കുന്നുണ്ട്. മുറുമുറുപ്പുകളൊക്കെ ശക്തമാകുന്നു. അപ്പോൾ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിലൊക്കെ ഒരു വോട്ട് വർധന ഉണ്ടായി. പക്ഷേ അത് ഈ മുൻ വർഷങ്ങളിൽ നിന്നും ഒരു വലിയ ഒരു വോട്ട് ചേഞ്ച് ഉണ്ടായോ, ഒരു വോട്ട് വർധനവ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത് ഇല്ലതാനും. ആദ്യം നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്നൊരു നിലപാടൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ എടുത്തത് തുടക്കം മുതൽ തന്നെ വിമർശനങ്ങളൊക്കെ വിധേയമായിരുന്നു. അപ്പോൾ ഈ വിഷയമൊക്കെ ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ അനു? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സൂചിപ്പിച്ച പോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് വരുന്നത് അദ്ദേഹം ഒരു വലിയ മാറ്റം, ഇനി കാര്യം നടക്കുമെന്ന രീതിയിലൊക്കെയുള്ള വലിയ ക്യാമ്പയിനുമായിട്ടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി ഭരണം പിടിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ പ്രഖ്യാപിച്ചയാളാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിൽ പോലും പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഉൾപാർട്ടിയിൽ നിന്ന് നമുക്ക് അറിയാൻ ലഭിക്കുന്നത്.
ലഭിക്കുന്ന വിവരങ്ങളിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, അദ്ദേഹം ഒരു വളരെ വിജയിച്ച ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ്. ആ ഒരു കോർപ്പറേറ്റ് ശൈലി പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റ് എതിർ ഗ്രൂപ്പുകാർ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം നോക്കൂ, ഈ കഴിഞ്ഞ തവണ അദ്ദേഹം നമുക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, സാധാരണ ഒരു പ്രസിഡന്റ് വരുമ്പോൾ മുൻകാലത്തുണ്ടായിരുന്ന കുറേ പേരെ മാറ്റി നിർത്തുന്നു, അങ്ങനെ ഒരു മാറ്റി നിർത്തൽ ഒന്നും ഉണ്ടാകില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞെങ്കിലും പക്ഷേ ഇവിടെ തികച്ചും അതാണ് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളിൽ പലരെയും മാറ്റിയും അകറ്റി നിർത്തുന്നു. നമുക്ക് പി സുധീറും, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, സംഘടനയുടെ ചുമതല വഹിച്ചിരുന്ന ആളാണ്. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. അവിടുത്തെ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തെ അടുപ്പിച്ചതുമില്ല. മാത്രമല്ല വി മുരളീധരനാകട്ടെ കെ സുരേന്ദ്രനാകട്ടെ ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട BJP ചലിപ്പിച്ച രണ്ട് പ്രസിഡന്റുമാരാണ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. പക്ഷേ ഇവരെ പോലും നിലമ്പൂരിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഈ പുതിയ നേതൃത്വമോ അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തോടൊപ്പം നിൽക്കുന്ന ആളുകളോ തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനം അവർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന മീറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. ആ മീറ്റിംഗിൽ പോലും സുരേന്ദ്രനെയോ മുരളീധരനെയോ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ എത്രമാത്രം ഈ ഗ്രൂപ്പിസം അതിൻ്റെ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാകും. മാത്രമല്ല നേരത്തെ പ്രസാദ് ഉടുമ്പിശ്ശേരി പറഞ്ഞതുപോലെ തന്നെ ഈ ടാലന്റ് ഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ 35 വയസ്സ് താഴെയുള്ള മോർച്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരാണ് നല്ലവണ്ണം പ്രവർത്തിച്ചത് എന്ന് പട്ടിക എടുക്കുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ സജിത്ത് നല്ല രീതിയിൽ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്, അയാളെ ഈ യോഗത്തിലേക്ക് എടുത്തിട്ടില്ല. മഹിളാ മോർച്ചയിലാണ് രാഗേന്ദും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ കണ്ണൂരിലായിക്കോട്ടെ, കാസർഗോഡായിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, ഇങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ മോർച്ച പ്രസിഡന്റുമാരെയൊക്കെ വെട്ടിനിരത്തുന്ന ഒരു ശൈലിയാണ് പുതിയ നേതൃത്വം കാണിക്കുന്നത്. ഇതിലിപ്പോൾ ചില നേതാക്കൾ, അതിപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എസ് സുരേഷിനെയൊക്കെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് ഒരു ക്യാമ്പ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം ഔദ്യോഗിക പക്ഷം പറയുന്നത് ഇതെല്ലാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. കൂടുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗമാണ് ഇത്തരം പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. വ്യക്തമാണ്. ശരി.